ഹോൾസെയിൽ റേറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മ കൊടുക്കുന്ന വെറും 399 സർ സ്നേഹത്തോണ്ട് വിളിക്കുക. ചപ്പാത്തി വാ വിളിച്ചാൽ മതി, ചപ്പാത്തി പൊന്തി പുറത്തേക്ക്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിന്റെ മണ്ണിലാണ് കേട്ടോ. പൂരം 19-ാം തീയതി തൃശ്ശൂർ പൂരമാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷത്തെ പോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും തൃശ്ശൂർക്ക് വരാം, എക്സിബിഷൻ കാണാം, ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ ഇന്നും വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ എക്സിബിഷന്റെ ഉള്ളിലോട്ട് പോവാം. ഏകദേശം 35 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സംഭവങ്ങളൊക്കെ അതിനുള്ളിൽ വന്നിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലേക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട ഫസ്റ്റ് സ്റ്റാൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടാ, ഇത് എവിടെ നിന്നുള്ള സ്റ്റാളാണ്? ഈ റോഡല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ആയിരുന്നില്ല? ഓക്കെ ഓക്കെ. പക്ഷെ എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താണ്? ഓക്കെ ഓക്കെ. എത്രയൊക്കെ റേറ്റ് വരുന്നത്? 250 അല്ലേ? ഓക്കെ. റേറ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടോയ്സ് ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം എക്സിബിഷന് വന്നാൽ വാങ്ങാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ കണ്ടു നടക്കാൻ ഓരോന്നായിട്ട്. എന്തായാലും എല്ലാ വർഷത്തെ പോലെ തന്നെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കടകൾ ഇത് സൈഡുകളായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഗംഭീരമായിട്ട് എക്സിബിഷൻ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് 2 സൈഡും കാണാൻ പറ്റും. ഒരുപാട് കടകളുണ്ട്. ചേട്ടൻ്റെ പേര്? എന്റെ പേര് പ്രകാശ് എന്നാണ്. കുന്നംകുളത്താണ് സ്ഥലം. നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. 10-25 വട്ടമായിട്ട് എക്സിബിഷനിലുണ്ട്. തിരക്കില്ലാത്ത ബിസിനസ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ ഗവൺമെന്റ് ഷോറൂമൊക്കെ സപ്ലൈ ചെയ്യുന്നതാ. അത് ഹോൾസെയിൽ റേറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് എല്ലാ വർഷവും വരാറുണ്ട് അവിടെ. ഓക്കെ, താങ്ക്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 2 സൈഡുമായിട്ട് ഒരുപാട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുണ്ട്, അതുപോലെ നോർത്ത് ഇന്ത്യൻസും ഒരുപാട് പേര് വന്ന് ഷോപ്പുകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ഷോപ്പുകളാണ്. വെറൈറ്റി ചെരുപ്പുകളുടെയൊക്കെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് ധൈര്യമായിട്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ തന്നെ വരാട്ടോ. भैया ये कौन सा है? कोल्हापुरी राजस्थानी चप्पल। राजस्थानी चप्पल, ओके. प्राइस स्टार्ट कितना है? 550 स्टार्टिंग प्राइस। 550 है. ओके ओके. വെറൈറ്റി മോഡൽസ്? ഓൾ വെറൈറ്റി മോഡൽ. അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള മിഠായികളുടെയൊക്കെ ഒരു വലിയ കളക്ഷനുള്ള കടകളൊക്കെ നമുക്ക് കാണാം. ഇത് എക്സിബിഷന് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒരുപാട് മിഠായി കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനത്തെ മിഠായിസൊക്കെ ഒരുപാട് വാങ്ങാൻ പറ്റും. അതിനുള്ള നല്ല കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കടകൾ 2 സൈഡായിട്ട് ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് വേറെ എക്സിബിഷനും നമുക്ക് ഇല്ലയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2 മാസത്തോളം കാലം ഇതിവിടെ തുടർന്ന് പോകും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. വെറൈറ്റി കടകൾ നമുക്ക് ഇവിടെ വെറൈറ്റി ഉൽപ്പന്നങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ ഒരു വേദിയും കൂടിയാണ് ഈ തൃശ്ശൂർ പൂരം എക്സിബിഷൻ. നമുക്കിവിടെ ഒരു ചപ്പാത്തി മേക്കിങ്ങിന്റെ ഒരു കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആലോചിക്കാം. ചേട്ടാ പേരൊന്ന്? അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? നമുക്ക് ഓയിൽ ഇല്ലാണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ, ഓംലേറ്റ്, പപ്പടം, പുൽസ് എല്ലാ ഐറ്റംസ് ഓയിൽ ഇല്ലാണ്ട് ഫ്രൈ ചെയ്യാം. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചോപ്പ് ലൈറ്റ് എത്തും. ഇത് ചൂടായി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് എത്തും. ഇത് ജസ്റ്റ് മാവ് എടുക്കുക, ഇതവിടെ സൈഡിൽ വെക്കുക, പകുതി വരെ കൊണ്ടുവരാ, ടച്ച് ചെയ്യുക, ഒറ്റ പ്രസ് ചെയ്യാം. ഈ ഒറ്റ പ്രസ് മതി ചപ്പാത്തി നമുക്ക് പറത്തൽ കഴിഞ്ഞു. ഇവിടെ തന്നെ ചപ്പാത്തി കൊണ്ട് വലിക്കുക, മറിച്ചിടാം. ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ ചപ്പാത്തി? വീട്ടിലിപ്പോ നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കോലുകൊണ്ട് പരത്തി ചുട്ടെടുക്കണം. ഒരു ചപ്പാത്തി ഉണ്ടാക്കി മാക്സിമം 2 മിനിറ്റിൽ 3 മിനിറ്റ് വേണ്ടി. ഇത് നമുക്ക് കോലുകൊണ്ട് പരത്തുന്നൊന്നും ആവശ്യമില്ല. ജസ്റ്റ് മാവ് വയ്ക്കുക, ഒറ്റ പ്രസ് ചെയ്ത് ചപ്പാത്തി പറത്തൽ കഴിഞ്ഞു. ഇതിപ്പോ നമ്മൾ മൊത്തമായിട്ട് അടിച്ചു വെച്ചാൽ നമുക്ക് സാധാ ചപ്പാത്തി, ഫ്ലാറ്റ് ചപ്പാത്തി ആയിട്ട് വന്നു. ഇപ്പൊ നമ്മൾ ടിവിയിലൊക്കെ കാണുന്നില്ലേ ഫുൾക്ക ചപ്പാത്തി? അതേമാതിരി ചപ്പാത്തി ജസ്റ്റ് 10 സെക്കൻഡ് ഡീപ്പായിട്ട് പിടിക്കുമ്പോഴേക്കും ഈ മോളത്തിൽ നിന്ന് ചൂടുന്ന വേഗം ബബിൾസ് ഫ്രൈ ആയി. അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ ഫിഷോ എല്ലാ ഐറ്റംസും ഓയിൽ ഇല്ലാണ്ട് ഫ്രൈ ചെയ്യാം. ബബിൾസ് ഒന്നും ഉടനെ മറിച്ചിടാം. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞത് സർ സ്നേഹത്തോണ്ട് വിളിക്കുക. ചപ്പാത്തി വാ വിളിച്ചാൽ മതി, ചപ്പാത്തി പൊന്തി പുറത്തേക്ക് വരും. വെക്കുക, വിളിക്കുക. ഇതേമാതിരി നിങ്ങളുടെ വീട്ടിൽ ഏത് ഗോതമ്പ് പൊടിയുണ്ടോ ആ പൊടിയിൽ നിങ്ങൾ ഉണ്ടാക്കി ഇതേമാതിരി വന്ന മേടിച്ചാൽ മതി എന്നാ പറയുന്നത്. ഒന്നിനോ ഡ്രോപ്സ് ഓയിൽ വേണ്ട, എണ്ണ അല്ലാണ്ട് ഫ്രൈ ചെയ്യാം. ഇത് നമ്മൾ ഷോപ്പ് റേറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 3,990. ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ 1000 രൂപ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ആകെ 2,990 രൂപ. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന നിങ്ങൾക്ക് 3,990 രൂപ. ഡെമോ ഉണ്ടാവില്ലേ? ഇതെങ്ങനെ വീട്ടിൽ വന്ന് ഡെമോ ആയിട്ട് തരണം. 1 ഇയർ റിപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്.
സിമ്പിൾ ആയിട്ട് ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും ട്വിസ്റ്റ് ആക്കാൻ പറ്റുന്ന ഡ്രസ്സറാണ്. ഇത് റേറ്റ് ആമസോണിലൊക്കെ ഇത് 699 രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട്. കടകളിലാണെങ്കിൽ 599. നമ്മ കൊടുക്കുന്ന വെറും 399 രൂപ. അതെ, ഇത് നമുക്ക് ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും ട്വിസ്റ്റ് ആക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഫാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സറാണ്. അതുമല്ല വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് മൈക്രോ ഫൈബർ ആയതുകൊണ്ട് ഇതിൽ തട്ടുന്ന പൊടികളൊക്കെ സ്പ്രെഡ് ആവില്ല, നമുക്ക് തുമ്മല് കാര്യങ്ങളൊന്നും വരില്ല. അത് മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് വരുന്നത്. ഇത് തുരുമ്പ് പിടിക്കില്ല, വളഞ്ഞു പോയില്ല, ഒടിയില്ല. 10 അടിയോളം നമുക്ക് ഉയർത്താൻ സാധിക്കും. വീട്ടിലുള്ള സൺസൈഡ് അതല്ലാതെ നമുക്ക് കട്ടലിന്റെ അടിഭാഗങ്ങളൊക്കെ, സോഫയുടെ അടിഭാഗം, ഫർണിച്ചേഴ്സ് എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇത് നമുക്ക് ട്വിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ TV കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നല്ലൊരു ഡസ്റ്ററാണ്. എഡ്ജ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാം. അത് മാത്രമല്ല ഇത് വാഷ് ചെയ്യാം. ഇത് ത്രെഡാണ് വരുന്നത്. ഈ ത്രെഡ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഡിറ്റർജന്റ് ഇട്ടോ ഷാമ്പു ഇട്ടോ സിമ്പിൾ ആയിട്ട് വാഷ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മൾ നടന്ന് വന്നത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലാണ് കേട്ടോ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ ഗുണ കേവ് എന്ന് പറഞ്ഞൊരു മാതൃക ഇവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഉള്ളിൽ കയറുന്നില്ല, പുറത്ത് നിന്ന് കാര്യങ്ങൾ കാണിച്ചില്ല, വന്നത് എക്സ്പീരിയൻസ് അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആ ഒരു കേവ് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ആ ഗുണയുടെ ആ ഒരു ഇതാണ് ഈ കാണുന്നത്. ഫീസ് ഉള്ളിലേക്ക് കയറാൻ പറ്റും. എക്സിബിഷന്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പവലിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കേട്ടോ. കാരണം ഇപ്രാവശ്യം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു ഗുണാക്കേവിന്റെ പുകയുടെ ഉൾഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് ഉള്ളിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. 80 രൂപയാണ് കേട്ടോ ഒരാൾക്ക് കയറാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാം. നമ്മളിങ്ങനെ നമ്മുടെ എക്സിബിഷൻ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2 മാസത്തോളം നിങ്ങൾ എക്സിബിഷൻ കാണാൻ എന്തായാലും തീർച്ചയായിട്ടും വരാം. ശരിക്കും എക്സിബിഷൻ ഇതുപോലത്തെ സ്റ്റാളുകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരാഴ്ചയോട് കഴിയുന്നതോട് കൂടി നമ്മുടെ സ്റ്റാളുകളൊക്കെ പൂർണ്ണമായിട്ടും സജീവമാവും. പൂരത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സ്റ്റാളുകൾ നമുക്കിവിടെ വരും കേട്ടോ. അപ്പോൾ നമുക്കിത് വിദേശികളൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. എന്തായാലും സ്റ്റാളുകളുടെ പ്രവർത്തനം അതിഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഗംഭീരമായിട്ടുള്ള തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാൾ തന്നെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സമയം 1:57 നല്ല ചൂടാണ്. ഈ സമയത്ത് വന്നാൽ നമ്മൾ കരിഞ്ഞു പോകുന്നതിന് ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വെയിലാറിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷന് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പൂരം ആഘോഷിക്കാൻ വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാളുകൾ സന്ദർശിക്കുക. വിവിധതരം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ നിങ്ങൾ വന്ന് എല്ലാ കടകളിലും കയറുക, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.